കുടുംബം പറയുന്ന ചില ഗൂഢാലോചനയുണ്ട്. കാരണം ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ ഈ ഷഹബാസിന്റെ പേരെടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനുശേഷം നടത്തിയപ്പോഴും ഇവർ പരസ്പരം പറയുന്നു ഇത് ആൾക്കൂട്ടം ചേർന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്കിപ്പോഴും വ്യക്തതയില്ല. നമുക്കിപ്പം ഷഹബാസിന്റെ കൂട്ടുകാർ തന്നെയുണ്ട്. അങ്ങനെ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. എല്ലായിടത്തും പോകുമ്പോ ഞാൻ വിളിക്കലുണ്ട്. ഇനി മാത്രം വിളിച്ചില്ല. പാവന് സഹിത്ത് ഒരുമിച്ച് ഈ വളരെ ചെറുപ്പം വരെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ കൂട്ടുകാർ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകുന്ന ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം ഭീകരമായിരിക്കും. ഈ പയ്യൻ തന്നെ പറയുന്നത് അവൻ എവിടെ പോയാലും അവൻ വിളിച്ചിരുന്നു ഷഹബാസ്, പക്ഷെ ഇത്തവണ അവൻ വിളിക്കാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ആ പയ്യൻ പങ്കുവെക്കുന്ന വലിയ ഒരു വിഷമത്തിലേക്ക്. കാരണം കുട്ടികളാണ് ഇവിടെ ഇരുന്ന് മൊത്തം. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾ, അവർ ഒരുമിച്ച് കളിച്ചു വളർന്നവർ, ഒരേ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. അവർ പെട്ടെന്ന് അവർക്ക് ശൂന്യതയിൽ നിന്ന് ഒരു ദിവസം തങ്ങളോടൊപ്പം കളിച്ചു വളർന്ന ഒരാൾ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമുക്ക് മനസ്സിലാവാം. ഇത്തരം ഒരു പ്രശ്നമൊന്നും തന്നോട് പറഞ്ഞില്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. എന്തായാലും അവനോട് നമുക്കൊന്നും ചോദിക്കാൻ പോലും കഴിയാത്ത വിധം അവരൊക്കെ ബുദ്ധിമുട്ടിലാണ്. ഇതുവരെ ഒരു പ്രശ്നമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി വഴക്കുകൂടുന്നതിനോ ലഹരി ഉപയോഗിക്കുന്നതിനോ ഒന്നും ഒരിക്കലും പോയിരുന്ന ഒരു ആളല്ല. ഈ അവരുടെ വീട് കുറച്ച് മാറിയാണ് തറവാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഈ ഭാഗത്താണ് വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുന്നു. പാവപ്പെട്ട ഒരു ഇക്ബാൽ എന്നയാളാണ്. അച്ഛൻ 4 മക്കളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം അദ്ദേഹം പോലും യാതൊരു മോശം സിഗരറ്റ് വലിയോ കള്ളുകൂടിയോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ കൃത്യമായി തന്നെ ആ കുടുംബത്തെ വളർത്തുന്നു. അയൽപ്പക്കാരൊക്കെ ഈ കുടുംബത്തെ പറ്റി നല്ല മതിപ്പാണ്. ഒപ്പം ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിയപ്പോഴും ഷഹബാസിനെ കുറിച്ച് സംസാരിക്കാൻ ഈ ആളുകൾക്കൊക്കെ വലിയ താല്പര്യം. കാരണം അവർക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ആളാണ്. ഇവിടുത്തെ മറ്റ് അയൽപ്പക്കാരുടെ കാര്യങ്ങളായാലും നാട്ടുകാരുടെ കാര്യങ്ങളിലൊക്കെ ആയാലും കൃത്യമായി തന്നെ ഇടപെട്ടിരുന്ന ഒരു കുട്ടി കൂടിയാണ്. പെട്ടെന്ന് ഈ കുട്ടിക്കുണ്ടായ ഈ ഒരു ദുര്യോഗത്തിൽ ആളുകൾക്ക് മിണ്ടാൻ പോലും കഴിയാത്ത വിധം പലരും സ്തബ്ധരാണ്. എന്താണ് സംഭവിച്ചത്? കാരണം സാധാരണ ഒരു അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു രോഗം വന്ന് മരിക്കുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. പഠന അവധിക്ക് ഈ SLC പരീക്ഷയുടെ സ്റ്റഡി ലീവ് സമയത്ത് പഠിക്കേണ്ട സമയത്തുണ്ടായ ഒരു സംഭവം. അത് ഈ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും ആയിരുന്നില്ല, മറിച്ച് വേറൊരു കുട്ടിയോടൊപ്പമാണ് വന്നത്. ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചാണ് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയത്. അതിനുശേഷം വൈകുന്നേരത്ത് ഈ വീടിന്റെ സിറ്റ് ഔട്ട് ഭാഗത്താണ് കൊണ്ട് വന്ന് ആക്കിയത്. അതിനുശേഷം അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് കാണാം ഈ വിദ്യാർത്ഥികളൊക്കെ അങ്ങേയറ്റം സങ്കടപ്പെട്ട് നിൽക്കുന്ന അവന്റെ കൂട്ടുകാരാണ് നമ്മുടെ ഒരു വശത്തുള്ളത്. അവരൊക്കെ എന്ത് പറയണമെന്ന് പോലും അറിയാത്ത വിധം സ്തബ്ധരായി നിൽക്കുന്ന കാഴ്ച, എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.